ഹലോ. ഇന്ന് 2024 ഓഗസ്റ്റ് 9 തിരുവനന്തപുരം തെക്കാട് ഗാന്ധി ഭവനിൽ വച്ച് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൻ്റെ വാർഷികാചരണം നടത്തി. പ്രധാന മുഖ്യാതിഥിയായി സംസാരിച്ചത് മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ TKA നായർ ആയിരുന്നു. ഗാന്ധി സ്മാരകനിധിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ N രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. തിരുവനന്തപുരത്തെ വിവിധ സ്കൂൾ കോളേജുകളിൽ നിന്നുള്ള 50ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. അവിടെ ഒരു സംവാദം ആണ് നടന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ പ്രസക്തി എന്നുള്ളതായിരുന്നു സംവാദ വിഷയം. 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട അവസരത്തിൽ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അവരുടെ സഖ്യത്തിലേക്ക് ഇന്ത്യക്കാരുടെ സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ തുടങ്ങിയവർ ഒരു ചേരിയിലും എതിർ ചേരിയിലെ പ്രധാന എതിരാളിയായിട്ട് ഇന്ത്യക്ക് അടുത്തുണ്ടായിരുന്നത് ജപ്പാനുമായിരുന്നു. അപ്പോൾ ജപ്പാൻ ഏതാണ്ട് ബർമ്മ ഇന്ത്യയുടെ അതിർത്തി വരെ എത്തിക്കഴിഞ്ഞു. അവർക്ക് ഇന്ത്യയിലേക്ക് എത്താം. ഇന്ത്യക്കാരുടെ സഹായം ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടതിൻ്റെ പക്ഷേ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർ പലരും അതിനെ എതിർക്കുകയുണ്ടായി. ബ്രിട്ടനെ എതിർക്കണം, യുദ്ധത്തിൽ ബ്രിട്ടനെ എതിർക്കണം, നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് അവിടുത്തെ ലേബർ മന്ത്രിയായിരുന്ന സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിൽ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ഇന്ത്യയിലേക്ക് അയച്ചു. ക്രിപ്സ് മിഷൻ എന്നറിയപ്പെടുന്ന ക്രിപ്സ് മിഷനുമായിട്ട് അനേകം ചർച്ചകൾ നടത്തി. പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ജവഹർലാൽ നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും ആയിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 3 മാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്ക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചാൽ യുദ്ധം കഴിയുമ്പോൾ ഇന്ത്യക്ക് ഒരു ഡൊമൈൻ സ്റ്റാറ്റസ് നൽകാം. കോമൺവെൽത്തിൽ ചേരണമോ വേണ്ടയോ എന്ന് ഇന്ത്യക്ക് തീരുമാനിക്കാം. ഇന്ത്യക്കൊരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയ്ക്കുള്ള ബ്രിട്ടൻ്റെ കീഴിലുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രം ആയിരിക്കും അത് ഉദ്ദേശിച്ചത്. ഡൊമൈൻ സ്റ്റാറ്റസ് കൊടുക്കാം. അപ്പോൾ ഈ ഡൊമൈൻ സ്റ്റാറ്റസിന് കോൺഗ്രസ്സുകാർ അംഗീകരിച്ചില്ല. അതൊരു വണ്ടിച്ചെക്കാണ്. ഡൊമൈൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വണ്ടിച്ചെക്കാണ്. അതും പൊട്ടാറായ ഒരു ബാങ്കിലെ വണ്ടിച്ചെക്കാണ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് 1942 ഓഗസ്റ്റ് മാസം 8-ാം തീയതി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടുകയും 9-ാം തീയതി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയുണ്ടായി. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. വളരെ ഷോർട്ട്. ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ വിട്ടുപോവുക. അതിനോട് തുടർന്നൊരു സ്ലോഗൻ കൂടെ മഹാത്മാഗാന്ധി നൽകുകയുണ്ടായി. ഡു ഓർ ഡൈ. ഇത് സമാധാനപരമായി സത്യത്തിലും അക്രമരാഹിത്യത്തിലും അധിഷ്ഠിതമായ ഗാന്ധിയൻ മാർഗത്തിൽ കൂടെയുള്ള പ്രതിഷേധങ്ങളാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഈ സമരം ആരംഭിച്ച് ദിവസങ്ങൾക്കകം നെഹ്റുവും ഗാന്ധിയും പട്ടേലും മൗലാന അബ്ദുൽ കലാം ആസാദും ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ച് ജയിലിലാക്കുകയുണ്ടായി. അപ്പോൾ നേതാക്കന്മാരെല്ലാം ജയിലിലാകുകയും സമരം തുടരുകയും ചെയ്തപ്പോൾ നേതാക്കന്മാരില്ലാത്ത ഒരു സമരമായി അത് മാറിയപ്പോൾ ആ സമരം അക്രമാസക്ത സമരമായിട്ട് മാറി. അനേകായിരങ്ങൾ വെടികൊണ്ട് കൊല്ലപ്പെട്ടു. തീവയ്പും കൊള്ളയും പല സ്ഥലങ്ങളിലും നടന്നു. ഈ അവസരത്തിൽ ചില പുതിയ നേതാക്കൾ ഉയർന്നു വന്നു. അതിൽ പ്രധാനമാണ്
സുജേത കൃപലാനി, ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹ്യ തുടങ്ങിയവർ, അരുണ അസഫ് അലി, ഇങ്ങനെയുള്ളവർ 1944 ഈ സമരം നിർത്തിവെക്കുകയുണ്ടായി. അപ്പോൾ ക്രിപ്സ് മിഷൻ്റെ പരാജയവും ഏതാണ്ട് 41 കാലഘട്ടത്തിൽ വ്യക്തി സത്യാഗ്രഹം അതിൻ്റെ ഒരു പരാജയവും കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ക്വിറ്റ് ഇന്ത്യ എന്ന നിലപാട് എടുക്കാനുണ്ടായ കാരണം. ഇതുമൂലം അനേകായിരങ്ങൾ മരണപ്പെട്ടു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ, ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പിരിച്ചുവിട്ടു. അങ്ങനെ വളരെയധികം കഷ്ടനഷ്ടതകൾ ഉണ്ടായ ഒരു സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അത് 2 വർഷത്തോളം നീണ്ടു നിന്നു. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായക സമരമായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്.